ഹലോ ഗൈസ്, ഈ വീഡിയോയിലെ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. അതായത് ഏകദേശം ഒരു വർഷം പിന്നിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് 2023 ജൂലൈ 7 നടന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അത് വ്ളോഗായിട്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് എഡിറ്റിംഗ് പ്രോബ്ലങ്ങളും വ്ളോഗിലെ കുറച്ച് പ്രോബ്ലങ്ങളും എൻ്റെ കുറച്ച് അവതരണത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇത്രയും ലേറ്റാക്കി ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരെയുള്ള എല്ലാ വ്ളോഗിലും അതിനുള്ള ആൻസർ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതുകൂടെ പറഞ്ഞ് വ്ളോഗ് വലുതാക്കുന്നില്ല. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അല്ലല്ല ഇതിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ തുടരുവാണ് കേട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. I am not a king, I am not a god, I am flying in a rush. ഓ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളുള്ളതെന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ ഈ എരപ്പൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് തോട്ടിലെ എരപ്പാണ്. നമ്മളിവിടെ അടുത്തൊരു നല്ലൊരു അത്യാവശ്യം സൈസ് കൂടിയ ഒരു തോടുണ്ട്. ആ തോട്ടിലെ എരപ്പാണ്. അതിന്റെ അപ്പുറത്താണ് വലിയൊരു തോടുണ്ട്, സാമിത്തോടെന്ന് പറയും. അവിടുത്തെ എരപ്പാണ്. നമ്മളവിടെ കുളിക്കറി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അവരവരുടെ അമ്മ വീട്ടിലൊക്കെ പോകുന്നത്. അപ്പം സ്കൂൾ അടയ്ക്കുമ്പോഴും അങ്ങനെ അവധി കിട്ടുമ്പോഴേക്കും അമ്മ വീട്ടിലൊക്കെ പോയിട്ട് കുറെ മെമ്മറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പലർക്കും പല രീതിയിലാണ്. അപ്പം എൻ്റെ അമ്മയോട് പറഞ്ഞ തേക്കുതോട് കരിമാന്തോട്ടിലാണ് കേട്ടോ. അതായത് കോന്നി കഴിഞ്ഞിട്ട്, അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി കഴിഞ്ഞിട്ട്, കോന്നി പ്രശസ്തമാണ്, അടവി എക്കോ ടൂറിസം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്ററിന് അവിടെ 15-20 കിലോമീറ്ററാണ് ഞങ്ങളുടെ വീട്ടിലെത്താൻ ഏകദേശം ഒരു ദൂരം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത അരുവിയൊക്കെ ഉണ്ട്. ഞാൻ അരുവിയിലൊക്കെ പോകുന്ന വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പരിപാടി, എന്തിനാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഓണത്തിനൊക്കെ മുമ്പ്, ഇപ്പോൾ ഓണമൊക്കെ വരുന്നതേ ഉള്ളൂ. സെപ്റ്റംബർ ആണോ ഓണം? ഇപ്പം മെയ് അല്ല, ജൂലൈ മാസമാണ്. അപ്പം ഇപ്പം ഇന്ന് ജൂലൈ 7 കേട്ടോ. ഇന്ന് ജൂലൈ 7 പ്രത്യേകം അറിയാമോ, എംബസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടിയിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് എല്ലാവരും ഒന്ന് കൂടുക എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുകയാണ്. നമ്മളെ എല്ലാ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചെറിയതായിട്ടൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഓരോന്ന് സ്പോൺസറൊക്കെ ചെയ്യുന്നുണ്ട്. സദ്യ, ബിരിയാണി. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ബിരിയാണി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നാളെയാണെങ്കിൽ വേറെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. നാളത്തെ വീഡിയോയിൽ ഞങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വാമായിട്ടുള്ള അന്തരീക്ഷമാണ്. നമ്മുടെ പുറകിൽ ഒരാളിങ്ങനെ കടന്നു വരുന്നുണ്ട്, ഒരു ചാക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വെച്ചാൽ നമ്മൾ പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ എൻ്റെ വീട് ഞങ്ങളുടെ അമ്മയുടെ വീട് ഞാൻ കാണിച്ചു തരാം. അത് മുകളിലാണ്, അങ്ങ് മുകളിലോട്ട് കയറി പോകണം. ഇച്ചിരി ഉള്ളിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ വൈബ് സ്ഥലമാണ്. കാരണം അവിടെ അമ്മയുടെ വീട്ടിലോട്ട് വരുന്ന പറയുമ്പോൾ നല്ല സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായി ശ്വസിക്കാം. നല്ല പച്ചപ്പ് ഹരിതാപകരമായിട്ടുള്ള സ്ഥലമാണ്. കാട്, മേട്, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെന്താ, ഒരു പുകയൊക്കെ വരുന്നുണ്ട്. ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വീടില്ലേ, അവിടെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഞാൻ അകത്തോട്ട് പോയി കാണിച്ചു തരാം. ഞാനിവിടെ വന്നതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ധോണിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ, ധോണിയുടെ MSNയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ, അതായത് എൻ്റെ ചാനൽ തുടർന്ന് കാണുന്നവർക്ക്, അതായത് എൻ്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ധോണിയുടെ ഭയങ്കര ഒരു ആരാധകനാണ്. ഭയങ്കര ആരാധനയാണ്. ഈ ധോണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മളെല്ലാ വർഷം ധോണിയുടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മേടിച്ച് മുറിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നല്ല ഈ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ബഡ്ജറ്റ് എനിക്ക് ഒത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് ഒരു കേക്ക് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. MSNയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മേടിച്ച് മുറിക്കണമെന്ന്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് പോലും ഞാൻ കേക്ക് മേടിച്ച് മുറിക്കാറില്ല. എനിക്ക് ബർത്ത്ഡേയോട് ഒട്ടും വിശ്വാസം, ബർത്ത്ഡേയിൽ വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് MSNയുടെ ബർത്ത്ഡേക്ക് ഭയങ്കര എന്തോ ഒരു ഫീലാണ്. ഇതിഹാസം ജനിച്ച വർഷം, ഓക്കെ, ജൂലൈ 7. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും. എന്തിനാണ് വല്ലവരുടെ ബർത്ത്ഡേക്കൊക്കെ മേടിച്ച് കേക്ക് മുറിക്കണേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻസ്പിറേഷനാണ്. അപ്പോൾ പലർക്കും പലതാണ്. ചിലർക്ക് അവരുടെ കുടുംബമാണ് ഇൻസ്പിറേഷൻ. എനിക്ക് കുടുംബം, അതുപോലെ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണുന്നില്ലേ, ഇപ്പം ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ കാണുമല്ലോ. അവരെ കൂടുതലായിട്ട് ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോരുത്തർക്ക് ഓരോന്നാണ്. അവർക്ക് മുമ്പോട്ടുള്ള ഇൻസ്പിറേഷൻ ഓരോ വ്യക്തികളായിരിക്കാം, പലതായിരിക്കും. ചിലപ്പോൾ അവരുടെ പാഷനായിരിക്കാം, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബർത്ത്ഡേ അനുബന്ധിച്ച് സീക്രട്ടായിട്ട് കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അവിടെ ബിരിയാണിയുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഇത്ര നേരം സില്ലായിട്ട് എന്നെ കണ്ടല്ലോ, അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഗായ്സ്. അതിന് മുമ്പാണ് ഞാനിവിടെ വന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് ഗായ്സ്. അപ്പം നമ്മുടെ 2 കേക്കുണ്ട്. ഈ വലുതൊന്നുമല്ല, ഈ ചെറുത് 350 രൂപയേ ഉള്ളൂ. നമുക്കത് മേടിക്കാം. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വൈറ്റ് ഫോറസ്റ്റ്. അമ്മയ്ക്ക് ഏതാ വേണ്ട? ബ്ലാക്ക് മേടിക്കും ഇല്ലയോ? ഹാപ്പി ബർത്ത്ഡേ MS ധോണി എന്ന് പോരെ? തലേന്ന് കണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ MS ധോണി ഉയിര്. ഓക്കെ, നമ്മൾ തലശ്ശേരി ബേക്കറിയിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഗൈസ് ബേക്കറിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ കേക്ക് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് മേടിക്കാം. ഓ ഗായ്സ്, അപ്പം നമ്മൾ ഏകദേശം 1 വർഷത്തിന് ശേഷം ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. എന്തോ അവിടുത്തെ സ്ഥിതി എന്നൊന്നും അറിയത്തില്ല. ഏകദേശം 1 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റം ഉണ്ടായെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഒത്തിരി അങ്ങ് ഉള്ളിലാണ്. കോന്നി കഴിഞ്ഞ് കരിമാന്തോളം എന്ന് പറയും. കരിമാന്തോട് പൂച്ചക്കുളം, അവിടെയാണ് ഞങ്ങളുടെ അമ്മയുടെ വീടുള്ളത്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓ ഗായ്സ്, നമ്മളങ്ങനെ വീട്ടിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊരു കൊച്ചാണ് ഈ പോകുന്നത്. ഇവിടുത്തെ പട്ടിയാണ്, ഞങ്ങൾ മുതുക്കൻ എന്ന് പറയും. ഞങ്ങൾ മുതുക്കൻ എന്ന് പറയുന്ന പട്ടിയാണ്. എന്താ പട്ടി മുതുക്കാട്ടോ? എന്തോ അങ്ങോട്ടങ്ങോട്ട് പുറയിലോട്ട് പോകുന്ന കുറച്ചുകൊണ്ട്. ഇതോ പോലെ സീനാന്നോ? അവന് താഴെ ചാടി. ആഹാ, ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു ഗായ്സ്. ഇതൊക്കെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ പൂച്ച വലിയ മാറ്റമൊന്നുമില്ല, എൻ്റെ പേര് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ആട്, ആടിനെ കൊണ്ടൊന്നും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ശിവണ്ണൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എന്തൊക്കെയോ കണ്ടോണ്ടിരിക്കുന്നു. ആരൊക്കെ ഓടി വരുന്ന പിക്ചർ. ഇതാണ് ഇവിടുത്തെ കൊച്ച്. ഹായ് കൊടുക്കണേ, ഹായ് കൊടു. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഉൾഭാഗമൊക്കെ. വലിയ സെറ്റപ്പൊന്നുമില്ല, നൈസായിട്ടുള്ള ഞങ്ങളുടെ വീടാണ്. ഇവിടുത്തെ പൂച്ചയാണ്. ഈ പൂച്ചയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഇത് എന്തിയാ പൂച്ച, അതുകൊണ്ട് പോയി. ഓക്കെ ഗൈസ്, ഇതുകൊണ്ട് ഒരു കുഞ്ഞൊരു പൂച്ച. തീ കായുമാണ്, തണുപ്പുമുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ്. നൈസ് പ്ലേസാണ്. കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 30%. ഓക്കെ, വെളിയിലോട്ടിറങ്ങുമ്പോൾ അവിടെയാണ് തോട് കാര്യങ്ങൾ. ഇതൊരു മലയാണ്. കിണറ്റിലെ വെള്ളം ഞാൻ കാണിച്ചത് എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ മഴ സമയമായപ്പോഴത്തേന് വേണ്ടോ വെള്ളം വന്നേക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളമാണ്. ഏകദേശം 15 അടിയോളം ഉള്ള കിണറാണ്. ഉണക്ക സമയത്ത് പക്ഷേ വെള്ളം താഴുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഗ്യാസ് കൂട്ടി താഴേക്ക് കൊണ്ടുപോകണം. താഴെയാണ് പാചകവും കാര്യങ്ങളൊക്കെ. ഏകദേശം 4-5ഓളം കുടുംബക്കാർ വരുന്നുണ്ട്. അപ്പോൾ താഴത്തെ വീട്ടിൽ വെച്ചാണ് നമ്മൾ ആഘോഷങ്ങളും പരിപാടി. ആഘോഷമായിട്ടൊന്നുമില്ല, നമ്മുടെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്, ഇത് എൻ്റെ വീട്. ഞങ്ങൾ അതല്ല, ഇത് ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ ഗ്യാസ് കുറ്റി കൊണ്ട് ഉരുട്ടി കളിക്കുന്നു. താഴെ കൊണ്ടുപോകേണ്ടതാണ് ഗ്യാസ് കുറ്റി. ഞാനിവിടെ പിടിച്ച് സഹായിക്കണം. ഞാനിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് ഇവിടുത്തെ കൊച്ചു എന്തൊക്കെ ചരുവം കൊണ്ടൊക്കെ ഓടുന്നുണ്ട്. താഴെ കൊണ്ടുപോകണം. താഴെയാണ് പാചകം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോവാം. അപ്പോൾ ഞങ്ങളുടെ വീട് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ഗ്യാസ് കുറ്റിയൊന്നും പൊട്ടി തെറിക്കല്ലേ മോനെ. ശരി, ഞാനിത് പോക്കി സഹായിക്കട്ടെ ചെറുക്കനെ. ഗായ്സ്, അപ്പം നമുക്കാണെങ്കിൽ ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ടുള്ളൊരു കുളമൊക്കെ ഉണ്ട്. പണ്ട് തൊട്ടേ ഉള്ളൊരു കുളമൊക്കെ ഉണ്ട്. അവിടെ നല്ല ശുദ്ധജലമായിട്ടുള്ള വെള്ളമൊക്കെ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ കുളം. ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. ഭയങ്കര ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. കണ്ട, ഈ കുളം എത്ര ഉണക്ക് വന്നാലും വറ്റത്തില്ല ഇല്ലയോ? കിടിലനാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കാറുണ്ട് വർഷത്തിലൊക്കെ. ഇവിടുന്ന് ഈ ഉറവ കണ്ട, ഈ ഉറവ വറ്റത്തേ ഇല്ല. എത്ര നാൾ വന്നാലും ഇതുപോലെ തന്നെ വെള്ളം കാണും എപ്പോഴും. ഞങ്ങളോട്ടുള്ള വരുന്ന വഴിയൊക്കെയാണിത് കണ്ടോ.
ഒത്തിരി അങ്ങ് ഉള്ളിലാണ് ഞങ്ങളുടെ വീട്. കൊണ്ട് അവിടെയാണ് വീട്. ഈ കാണുന്ന റബ്ബറൊക്കെ ഞങ്ങളുടെയാണ്. ഈ കാണുന്നത് താഴോട്ടല്ല, ഈ 2 നിര, പിന്നെ വീടിൻ്റെ മേളോട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ബാക്കി കസിൻസൊക്കെ വന്നെന്ന് തോന്നുന്നു കാറിൽ. എൻ്റെ പട്ടി ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ. ഗായ്സ്, ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ താഴെ ഒരു വീടുണ്ട്. അവിടെയാണ് നമ്മളെല്ലാവരും കൂടുന്നത്. മേളിൽ സൗകര്യം കുറവായിട്ട് ഇവിടെയാണ് നമ്മുടെ പരിപാടികളെല്ലാം. നമ്മുടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. ഹായ് കൊടുക്ക്, ഹായ്ന്ന് കാണിക്ക്. നമ്മുടെ ലക്ഷ്മണ മാമനാണ്. അപ്പോൾ ഇവിടെ ഫുഡിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി. മോളിയമ്മ, ആരുടെ ചേച്ചി, ഹായ് കൊടുക്ക്, ഹായ് കാണിക്ക്, ഹായ് കാണിക്ക്. എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ താമസമൊന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ പാർട്ടിക്ക് വേണ്ടി, ചെറിയ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ഇറക്കിയതാണ്. ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചിക്കൻസൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. രാശേട്ടൻ ഇവിടെ നിൽക്കുന്നു. ഹായ് ഹായ് ഹായ്. അശ്വതി ചേച്ചി ഇവിടെ നിൽക്കുന്നു. ഇവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പകുതി കഴുകി, ഇത് മുഴുവനും ഉണ്ടല്ലോ, മുഴുവനും കഴുകി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ കാപ്പി ഇടുവാണോ? ഇവിടെ കാപ്പി ഇടുവാണ്. അടുപ്പത്ത് ഈ വിറകൊക്കെ ഉണക്കുന്ന പരിപാടിയാണ് ഇത്. നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ പരിപാടി. നാളെയാണ് മെയിൻ പരിപാടി, ഇല്ലയോടാ? ഇനി നമ്മളെന്തോ പരിപാടി? ഇന്നത്തെ പരിപാടി എന്തുവാ? ശരി, നന്നായിട്ട് വിശപ്പ് വരുന്നില്ലേ? ഹായൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല, അതിനും ഭായിക്കണം. പിള്ളേരെയൊക്കെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കുക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്കുള്ള സെറ്റപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പ ദേ വന്നിട്ടുണ്ട്, പച്ചക്കറികൾ. ഇവിടെ എന്തോ ഇവിടെ ചരുവത്തിലൊന്നുമില്ല. കാപ്പിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് കൊടുക്കടാ. വെട്ടത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലേ, മുഖമൊന്നും കാണുന്നില്ല. ഇവിടെ അടുക്കള വൺ സെറ്റപ്പ് കേട്ടോ. ഉണ്ട് ആ സാധനങ്ങൾ, ഐറ്റംസൊക്കെ. എന്തുവാ നാളെ വന്നോ? ആരോഗ്യ ചേച്ചി എന്തൊക്കെയാ അരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. വെള്ളത്തുള്ളിയോ? ഇവിടെ അമ്മ എന്തൊക്കെയോ വയറ്റുമാണ്. ചിക്കൻ്റെ എന്തോ ഐറ്റംസ്. ഇന്നത്തെ നൈറ്റ് ഭയങ്കര വൈബായിരിക്കും. നമ്മളൊരു സീക്രട്ട് വൈബ് വേറെ ഉണ്ട്, അത് പിന്നെ പറയാം. ഓക്കെ. ഹലോ ഗൈസ്, എല്ലാവരും ഭയങ്കര വൈബിലാണ്. എന്തൊക്കെ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണ്. ശിവചേച്ചിയൊക്കെ, ഗവൺമെൻറ് ജോലിയുള്ള ശിവചേച്ചിയൊക്കെ കണ്ട് ദാറ്റ കാണിക്കുന്നു, എന്നെ ഇരിക്കുന്നു. പക്ഷെ എല്ലാവരും ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെയാണ് എല്ലാവരും ഓരോരുത്തരൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ കുക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സലാഡിൻ്റെ സംഭവങ്ങളൊക്കെ ബായ് ക്യാമറ ഇട്ടല്ലേ കറക്റ്റ് കാണത്തുള്ളൂ. ബായ് ക്യാമറ ഇട്ട് കാണിക്കാം. നമ്മുടെ ശിവചേച്ചി ഉണ്ട്, മോളിയമ്മ, അവരൊക്കെ ഇരിപ്പുണ്ട്. വേറെ വിശദീകരിച്ചൊന്നും പറയത്തില്ല. അമ്മു, മമ്മി, സുധീഷ് അണ്ണൻ, നമ്മളിവിടെ കച്ചവടത്തിനൊക്കെ വന്ന് മാസ് കാണിച്ച അണ്ണനാണ്. ഷിബു അണ്ണൻ, പപ്പ, അതുപോലെ പപ്പയാണ് തന്നിത്തോട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ ഞങ്ങൾ വീരപ്പൻ എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ. അതുപോലെ മറ്റണ്ണന്മാർ, ചേട്ടന്മാർ, ചേച്ചിമാർ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെ ഭയങ്കര അമ്മമാരുടെ വൈബാണ്. പച്ചക്കറി ഇതൊക്കെ അരിയുന്ന സംഭവങ്ങൾ, കുക്കിങ്ങിൻ്റെ ഒക്കെ പ്ലാനിങ് ആണ്. അതുപോലെ നമ്മുടെ പയ്യൻ സെറ്റുകളൊക്കെ ആണ് ഇവിടെ. ഇവിടെയും കുക്കിംഗ് ഒക്കെയാണ്. അടുപ്പത്ത് ഓരോന്നൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് ബിരിയാണി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊളിക്കും. കുറച്ച് കോരി എടുക്കും. വീഡിയോ എടുത്തേക്കുന്നേ. നമ്മൾ ദോണ്ട കേക്ക് മുറിക്കാൻ പോകണം. കേക്ക് രാത്രി കയറി വീഡിയോ എടുക്കുന്നത്. കുറിക്കട്ടോ ഇപ്പൊ പിള്ളേരെ
മനസ്സിലാവാതെ നമുക്ക് ഞാനിത് അത് അവിടുന്നും പോയി. ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനെ കുറിച്ച് എന്തുവാന്ന് വെച്ചാൽ ഞാൻ പട്ടിണി കിടന്ന ധോണിയാണ് ആ പറ. കൈമുറിയല്ലേ പറയാനില്ല ഓരോരുത്തരും അഭിപ്രായം ചോദിക്കാം. ധോണിയുടെ കേക്കൊക്കെ എത്തുന്നുണ്ട്. എന്തുവാ ധോണിയെ കുറിച്ച് 2 വാക്ക്? ധോണിയുടെ 2 വാക്ക് പറയാം. ധോണിയെ കുറിച്ച് എന്തെങ്കിലും പറ. കേക്ക് കഴിച്ചില്ലേ? ഓ പെട്ടെന്ന് ഒന്നല്ല ചുമ്മാ 2 വാക്ക്. സച്ചിനോട് പറയാം. പക്ഷേ ബർത്ത്ഡേ ഇത് വെച്ചാണ് ഇന്നത്തേന് എന്തേലും പറ. കേക്കൊക്കെ മുറിച്ചതിന് എന്തേലും പറ. എന്തോ മാറ്റാനാ? എല്ലാരും പറയണ്ട. ഒത്തിരി പേര്, 22 പേരുണ്ട്. ധോണിയെ കുറിച്ച് 2 വാക്ക്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ധോണിയെ കുറിച്ച് 2 വാക്ക്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. നല്ല പ്ലെയർ ആണ്. ഇങ്ങനെ പറയാനേ ഉള്ളൂ, വേറൊന്നും പറയാൻ. അറിയത്തില്ല. ഉപരി നല്ലൊരു മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ്. അതെങ്ങനെ അറിയാം? ഞാൻ അങ്ങനെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എവിടെ പോയിട്ടുണ്ട്? എന്തേലും 2 വാക്ക്. കേക്ക് കഴിച്ചിട്ട് എന്തേലും പറയാം. ധോണിയെ കുറിച്ച് 2 വാക്ക്. ഇന്ന് ജൂലൈ 7. എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളത് ജോണിയെ കുറിച്ച് എന്തെങ്കിലും പറയാം. പറ. രോമൊക്കെ കാണുന്നേ. പറഞ്ഞോ. ധോണിയെ കുറിച്ച് 2 വാക്ക്. ഡബ്ബായിട്ട് വരും യൂട്യൂബില്. പറ. എന്തേലും പറ. കട്ട രോഹിത് ഫാൻ, മുംബൈ ഫാനാണ്. ഒക്കെ കേക്കൊക്കെ വാരും. എന്നിട്ട് അവിടെ കേക്കെല്ലാം തിന്നുന്നുണ്ടില്ലേ ധോണിയുടെ ബർത്ത്ഡേ? ധോണി 5000 രൂപ ഇട്ടേക്കണേ. मारो मुझे मारो मारो मुझे मारो मारो नहीं ये मजाक हो रहा है. 1 सेकंड यार मजाक हो रहा है. ധോണിയെ കുറിച്ച് 2 വാക്ക്. എന്തായാലും പറ. ഫുട്ബോൾ പ്ലെയർ ആണ്. ധോണി ഫുട്ബോൾ പ്ലെയറാ. അറിയത്തില്ലേ? ധോണി നല്ല സൂപ്പറായിട്ട് ഗോൾ അടിക്കുന്ന ഒരാളാണ്. സത്യമായിട്ട് ഗോൾ അടിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ പ്ലെയറുവാ. ആണ് ഫുട്ബോൾ പ്ലെയറാ ധോണി. ധോണി അമ്മൂമ്മക്ക് കേക്ക് കൊടുത്തില്ലേ? ധോണിയെ കുറിച്ച് 2 വാക്ക്. പറഞ്ഞോ. ധോണി നല്ല കളിക്കാരനാണ്. പക്ഷേ സ്പോൺസർ ചെയ്താണ്. എന്താ സ്പോൺസർ ചെയ്ത്? ചെറിയ കേക്കാണ് വാങ്ങിച്ചത്. ബഡ്ജറ്റ് ഇല്ലായിരുന്നു. ഓക്കെ. എല്ലാരും കൂടുവാണെങ്കിൽ ഒന്ന് തൈരും കൊണ്ടൊക്കെ ഓടുന്നു. എല്ലാവർക്കും മുട്ടായി. മുട്ടായി നല്ല കളിക്കാരനായിരുന്നു. പക്ഷേ ഈ സ്പോൺസർ ചെയ്താണ് മോശം. കേക്ക് അതേ രീതിയിൽ ചെറുതായി. ബിരിയാണിയാണ്
യെല്ലോ റൈസ് ഈ മഞ്ഞ കഴിക്കണ്ട തട്ടല്ലേ തട്ടല്ലേ എങ്ങനുണ്ട് മോനെ? എങ്ങനുണ്ട്? ഞാൻ വെജിറ്റേറിയനാ. പറ എന്തേലും. എന്താ സൂപ്പറാന്ന്? തുപ്പടാന്നൊക്കെ പറയുന്നു. തുപ്പടാന്നൊക്കെ അങ്ങനെ വെട്ടം വരുമ്പോ എന്തെങ്കിലും കാണിക്കണം. നിന്റെ മുഖം വന്നില്ല. ഒന്നുകൂടെ അത് എഡിറ്റ് ചെയ്യണ്ടായോ? വീഡിയോ കഴിഞ്ഞ് എന്തായാലും ഞാൻ ഏറെ കയറിയിട്ടുണ്ട്. കയറി മാത്രമല്ല, ഞാൻ ഗാലക്സി വിട്ട് വെളിയിൽ പോയിരിക്കുകയാണ് ഗൈസ്. അമ്മാതിരി യൂക്കാണ് എനിക്ക് കിട്ടിയത്. അത് മാത്രമല്ല, സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിലെല്ലാവരും എന്നെ വട്ടത്തിലിട്ട് നോക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ തോട്ടിൽ പോകുന്ന കുറച്ച് വീഡിയോസ്, അതുപോലെ മറ്റ് കുറച്ച് സംഭവങ്ങൾ, അതുപോലെ വീട്ടിലെ കുറച്ച് വഴക്ക്, എല്ലാ സംഭവങ്ങളും മിക്സായിട്ട് എന്നെയും കൂടെ എല്ലാവരും ഇട്ട് വട്ടത്തിലിട്ട് നോക്കുന്നത് ഒന്നുകൂടെ സ്പേസിക്കറ്റ് എന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഹാപ്പിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഹാപ്പി ബർത്ത്ഡേ ധോണി ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.